ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പൊടിമില്ല കഥയുടെ 3-ാം ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിനി മുഷിപ്പിക്കാതെ കഥയിലേക്ക് നേരെ പോയാലോ. സമയം അപ്പം 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ജനിച്ചേച്ചി അടുക്കളയിൽ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഹോളിൽ ഇങ്ങനെ നോക്കുമായിരുന്നു. ഉണ്ണിച്ചേട്ടൻ ഇന്ന് വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ജനിച്ചേച്ചി എന്നോട് അവിടെ ഇന്ന് നിൽക്കാൻ പറഞ്ഞതും. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ജനിച്ചേച്ചിയുടെ അടുത്ത് ആദ്യമായിട്ടായിരുന്നു. മിക്കവാറും എപ്പോഴും ബന്ധുക്കളുടെയോ മറ്റൊരു വീട്ടിലോ പോയി നിൽക്കുന്നതല്ലാതെ അങ്ങനെ അന്യരായിട്ടുള്ള ഒരാളുടെ വീട്ടില്, അതും വീട്ടുകാരുടെ പെർമിഷൻ പോലും ഇല്ലാതെ ആ ഒരു സമയം നിൽക്കുന്നത് ആദ്യം തന്നെയായിരുന്നു. ജനിച്ചേച്ചി ആദ്യം ചോദിച്ചപ്പോൾ ഞാനത് സമ്മതിച്ചില്ലായിരുന്നു. പക്ഷേ പുറത്ത് നല്ല മഴ പെയ്യുന്നത് കണ്ടപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഇനി പോകുക വീട്ടിൽ, അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ പിന്നെ എന്തേലുമൊക്കെ ആവട്ടെ, ഇന്നത്തെ ദിവസം എന്തൊക്കെയായാലും ജനിച്ചേച്ചി അടുത്ത് നിൽക്കാമല്ലോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജനിച്ചേച്ചി വീണ്ടും അടുക്കളയിൽ നിന്ന് അപ്പം ചുട്ടുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, എടാ കഴിക്കിവിടെ ഇരുന്ന്. അയ്യോ ചേച്ചി, ഇപ്പം അപ്പം കുറേ ആയി, ഇതിങ്ങനെ എന്നെ തീറ്റിക്കുവാണോ എന്ന് ചേച്ചിയോട് ഞാൻ ചോദിക്കുമ്പോൾ ചേച്ചി എൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ പൊന്നിച്ചക്ക, എനിക്ക് ഇച്ചിരി എനർജിയൊക്കെ വരട്ടെ, നീ ഇങ്ങോട്ട് കഴിക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എനിക്ക് അപ്പം കൊണ്ടുവന്ന് തന്നു. ഇത് മുഴുവൻ എന്നെ കൊണ്ട് തീറ്റിക്കുവാണോ? അപ്പോൾ ചേച്ചി എന്നെ പറഞ്ഞു, ഇന്ന് മുഴുവൻ നിന്നെ തീറ്റിച്ചിട്ടേ ഞാൻ ഇന്ന് ഉറങ്ങുന്നുള്ളൂ. ചേച്ചി ഇത് മാത്രമേ ഉള്ളൂ, കറിയൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഇതാ ഇപ്പം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് എന്തോ കടലക്കറിയോ ഗ്രീൻ പീസോ അങ്ങനെ എന്തോ എടുത്തുകൊണ്ട് വന്നു. അത് കൊണ്ടുവന്ന സമയത്ത് തന്നെ ചേച്ചി എടുത്ത് പറഞ്ഞു, എൻ്റെ ചേച്ചി എന്നെ കൊണ്ട് താങ്ങില്ല കേട്ടോ ഇതൊക്കെ, അങ്ങോട്ട് ഇരുന്ന് കഴിക്കട്ടെ ചെറുക്ക, ഇപ്പോഴത്തെ ആമ്പിള്ളാരാ ഇതൊക്കെ കഴിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ മതിയോ, ഇച്ചിരി വണ്ണമൊക്കെ വെക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി വീണ്ടും എനിക്ക് കോരി തന്നു. പെട്ടെന്ന് ആ ഒരു നിമിഷം ഒരു ഇടിവെട്ടി. വിഷു വല്ലാത്തൊരു ഇടിയായിരുന്നു. ഒരു നിമിഷം ഞാനും ജനിച്ചേച്ചിയും ഒരുപോലെ തന്നെ ഒന്ന് പേടിച്ചു. ശരിക്കും ജനിച്ചേച്ചി അതായിരുന്നു എടുത്തുകൊണ്ട് വന്നത്, ജനിച്ചേച്ചിയുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള വൈൻ. കാരണം ജനിച്ചേച്ചി പണ്ട് തൊട്ടേ വൈൻ ഉണ്ടാക്കാൻ നല്ല മിടുക്കിയാണ്. ചേച്ചി ഒരു സ്പൂൺ പോലെ മാത്രം ഒരടപ്പിലെടുത്തിട്ട് എനിക്ക് ആകെ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ചു വെച്ചു. ഇതുകൊണ്ട് കുടിച്ചു നോക്കിയേ, എങ്ങനെയുണ്ടെന്ന് പറ. പുറത്ത് നല്ല മഴയും അകത്ത് നല്ല മുന്തിരി വൈനും അല്ലേ ജനിച്ചേച്ചി എന്ന് ഞാൻ ജനിച്ചേച്ചിയോട് ചോദിക്കുമ്പോൾ, നീ അങ്ങോട്ട് കുടിച്ചു നോക്ക്, അതിനുശേഷം അതിൻ്റെ മധുരമെന്തോ പിന്നെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് അതൊക്കെ പറഞ്ഞാൽ മതി. ചേച്ചി പറഞ്ഞത് കേട്ട് ഞാനത് കുടിച്ചു നോക്കി. നല്ല ഒന്നാം തരം നസ്രാണി വൈൻ. ചേച്ചി പണ്ട് മുതലേ വൈൻ ഉണ്ടാക്കാൻ മിടുക്കിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും ടേസ്റ്റ് ഉണ്ടായെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേച്ചി അടിപൊളിയായിട്ടുണ്ട്, ഒന്നുകൂടെ കുടിക്കാൻ തോന്നുന്നു. പെട്ടെന്ന് ചേച്ചി എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ തരാം, നീ ഏതായാലും കഴിച്ചിട്ട് നീക്ക്, എന്തായാലും ഉറങ്ങുന്നതിന് മുമ്പ് നിനക്ക് വൈനും കാര്യങ്ങളും ഞാൻ തരുന്നതായിരിക്കും. ആ നിമിഷം ഞാൻ ചേച്ചിയെ നോക്കി. ചേച്ചിയുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി ഇരിക്കുന്നില്ലേ, കഴിക്കുന്നില്ലേ, ഇങ്ങനെ നോക്കിയിരുന്നാൽ മതിയോ, കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ഇപ്പം തന്നെ ഏകദേശം 9-10 മണി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉണ്ണിച്ചേട്ടൻ ഇനി വരുന്നെന്ന് തോന്നുന്നില്ല, ചേച്ചി അത് നോക്കിയിരിക്കണ്ട. അത് പറയുന്ന സമയത്ത് തന്നെ ജനിച്ചേച്ചിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അതൊന്നും ഞാൻ നോക്കുന്നില്ല എൻ്റെ കുഞ്ഞ്, അവർക്ക് വരണമെങ്കിൽ വരട്ടെ, വരണ്ടെങ്കിൽ വേണ്ട. പിന്നെ എനിക്ക് ഇച്ചിരി നേരം സംസാരിക്കാനും മിണ്ടാനും ഒക്കെ ആരെങ്കിലും വേണം, അതിപ്പോൾ നീ ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി ആ വാക്ക് നിർത്തി. ആ ഒരു സമയം തന്നെ ജനിച്ചേച്ചിയുടെ വാക്കിൽ നിന്നും എനിക്ക് മനസ്സിലായി അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പിന്നെ നമ്മളതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ മഴയുടെ ആ ഒരു ശക്തി കൂടി വന്നു. പെട്ടെന്ന് കരണ്ടും പോയി. ആ നിമിഷമായിരുന്നു ഞാനും ഒന്ന് കിടുങ്ങിയത്. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ജനിച്ചേച്ചി മഴ ഉറച്ച് പെയ്യാണല്ലോ. അത് കണ്ടപ്പോൾ ജനിച്ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഴയല്ലേ, അതിനെന്താ, അത് പെയ്യട്ടെ, അത് പെയ്യുന്നത് നല്ലതിനല്ലേ. ജനിച്ചേച്ചി പറഞ്ഞു തീർന്നതല്ല, പെട്ടെന്ന് കരണ്ടും പോയി. അയ്യോ കരണ്ട് പോയല്ലോ എന്ന് ഞാൻ പറയുന്ന നിമിഷം തന്നെ ജനിച്ചേച്ചി പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താ, നിനക്ക് കരണ്ട് പോകുമ്പോൾ ഇത്ര പേടിയാണോ എൻ്റെ കുട്ടാ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കരണ്ട് പിന്നെ പോകുമ്പോൾ ആർക്കായി ജനിച്ചേച്ചി പേടിയില്ലാത്ത എന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ പറയുന്ന സമയത്ത് തന്നെ ജനിച്ചേച്ചി പറഞ്ഞു, അവിടെ ആ മെഴുകുതിരി ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്തോണ്ട് വന്നേ, നമുക്കിവിടെ കത്തിച്ചു വെക്കാം, അതാകുമ്പോൾ നിന്റെ പേടിയെല്ലാം പോകും
എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുക്കളയിലിരിക്കുന്ന ആ അലമാരിൽ നിന്നും ആ ഒരു മെഴുകുതിരി എടുത്തുകൊണ്ട് ജനിച്ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു. "എവിടെയാ നീ? എന്നെ കാണുന്നില്ലല്ലോ" എന്ന് ജനിച്ചേച്ചി പതുക്കെ പതുക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ ഞാൻ അവിടേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. "ജനിച്ചേച്ചി ദാ വരുന്നുണ്ട് കേട്ടോ" എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അങ്ങനെ തപ്പിത്തടഞ്ഞ് ഞാൻ ജനിച്ചേച്ചിയുടെ അരികിലെത്തി. അപ്പോൾ ജനിച്ചേച്ചി അവിടെ എവിടേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അറിയാതെ തന്നെ ജനിച്ചേച്ചിയുടെ മേത്തേക്ക് വീണു. "എന്താണ് ചെക്ക, നിനക്കെന്താ നോക്കി നടക്കാൻ വയ്യേ? ഈ ഇരുട്ടത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ?" എന്നൊക്കെ ചേച്ചി ചുമ്മാ തമാശ പറയുന്നുണ്ടായിരുന്നു. ആ ഇരുട്ടത്ത് ഞാൻ ചേച്ചിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കാരണം ഞാനും ചേച്ചിയും പെട്ടെന്ന് മറിഞ്ഞു വീഴുകയുണ്ടായി. പെട്ടെന്ന് ജനിച്ചേച്ചി എഴുന്നേറ്റ് ഒരു തമാശേനെ പോലെ പറഞ്ഞു, "ഭാഗ്യം നിന്റെ അടുത്ത് വീണ് കഴിഞ്ഞ് ഞാൻ ചത്തില്ല" എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചേച്ചി അപ്പുറത്തോട്ട് നടന്നു. പെട്ടെന്ന് "ചേച്ചി നോക്കി നടക്ക്" എന്ന് പറഞ്ഞ് ഞാനൊന്ന് കെയർ ചെയ്തു. പിന്നെ ആ ഒരു സമയം തന്നെ മെഴുകുതിരി താഴെ പോയിരുന്നു. "ചേച്ചി എന്താ തപ്പിത്തരയുന്നേ?" "മെഴുകുതിരി തപ്പിത്തരയാണ്" എന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനും ആ ഒരു സമയത്ത് ചേച്ചിയുടെ ഒപ്പം കൂടി. "എടാ അവിടെ എവിടെ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയെടുക്കട്ടോ" എന്ന് പറഞ്ഞ് ജനചേച്ചി എനിക്കൊപ്പം മെഴുകുതിരി തിരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ആ മെഴുകുതിരി കണ്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ പതുക്കെ ആ ഒരു ടേബിളിൽ ആ മെഴുകുതിരി കത്തിവെച്ചേക്കുമ്പോൾ ചേച്ചി നേരെ ആ മെഴുകുതിരി വെട്ടം എടുത്ത് അടുക്കളയിലേക്ക് പോയി. ശേഷം എന്തോ ഒരു സാധനം കൊണ്ടുവന്നു. പെട്ടെന്ന് ഞാനത് കണ്ടിട്ടില്ലായിരുന്നു, കാരണം ഇരുട്ടത്ത് അധികം കാണാൻ പറ്റാത്തൊരു സാധനം. അപ്പോൾ ചേച്ചി അത് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നി. "എടാ നീ ഒന്ന് വായൊന്ന് തുറന്നേ" എന്ന് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വാ തുറന്നു വെച്ചു. അപ്പോൾ എന്തോ ഒന്ന് എൻ്റെ വായിലേക്ക് വെച്ചെന്നു. എന്തോ അത് കഴിക്കുന്ന സമയത്ത് നല്ല പുളിയുണ്ടായിരുന്നു. ഉപ്പിൻ്റെ രസം പോലെ എനിക്ക് തോന്നി. "എന്താണ് ചേച്ചി, എന്താണ് വായിലേക്ക് വെച്ചത്?" പെട്ടെന്ന് തന്നെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, "നീ ഗസ് ചെയ്യ്, അതിനുശേഷം പറഞ്ഞാൽ മതി." പെട്ടെന്ന് ഞാനത് ചവച്ച് നോക്കി. നല്ല പുളി തോന്നുന്നുണ്ട്, പിന്നെ നല്ല ഉപ്പും. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇരുട്ടായത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. ജനിച്ചേച്ചി എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതിൽ നല്ല പുളി തോന്നുന്നുണ്ട്, പിന്നെ നല്ല ഉപ്പും തോന്നുന്നുണ്ട്. എന്താണ് വായിലേക്ക് വെച്ചെന്ന് ഒന്ന് പറയാവോ എന്ന് ഞാൻ ജനിച്ചേച്ചിയോട് ചോദിക്കുമ്പോൾ ജനിച്ചേച്ചി പറഞ്ഞു, "എന്തൊക്കെയായാലും നിൻ്റെ അടുത്ത് ഞാൻ പറയില്ല, നീ അത് ഗസ് ചെയ്ത് കണ്ടുപിടിക്കണം." പെട്ടെന്ന് അത് ചവച്ച് തുടങ്ങിയ സമയത്ത് ഒരു മാങ്ങയുടെ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി. പക്ഷേ അതിലെങ്ങനെയാ പുളി വരിക? പുളി എങ്ങനെ വന്നു? പിന്നെ ഉപ്പിൻ്റെ ആ രസവും അതെങ്ങനെ വന്നു? മാങ്ങയുടെ ആ ടേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള സംശയം എൻ്റെ മനസ്സിലേക്ക് വന്നു. വീണ്ടും ഞാൻ ചേച്ചിയെടുത്ത് ചോദിച്ചു, "എന്താ ഇതിനൊന്നൊരു ഉപ്പ് രസം കാണാൻ വരാൻ?" അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്നെ ചേച്ചി പറഞ്ഞു, "എടാ പൊട്ടാ, അത് ഉപ്പിലിട്ട മാങ്ങയാണ്, അതാ നീ കഴിച്ചോണ്ടിരിക്കുന്നത്. അതിന് പിന്നെ ഉപ്പിൻ്റെ രസമല്ലാതെ പിന്നെ മധുരം വല്ലം വരാൻ പറ്റുമോ" എന്ന് ചേച്ചി എൻ്റെ അടുത്ത് തമാശയായിട്ട് പറഞ്ഞു. "ഓ ഓ ഓ ഓക്കെ ഓക്കെ, എനിക്ക് ഇപ്പോഴാണ് കത്തിയത്" എന്ന് ഞാൻ ജനിച്ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. "നീ ഒന്ന് വന്നേ, നമുക്ക് പുറത്തേക്കിരിക്കാം" എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി എന്നെ വിളിച്ചിട്ട് പോയി. ശേഷം അടുക്കളയിലെ ആ ഒരു സൈഡിലൊരു ബാൽക്കണി ഉണ്ടായിരുന്നു. അതിന് തൊട്ടടുത്തായിട്ട് ചെറിയൊരു ബെഞ്ച് കിടപ്പുണ്ട്. അവിടെയാണ് ഞങ്ങൾ രണ്ടുപേരും പോയിരിക്കുന്നത്. അപ്പം തന്നെ ചേച്ചി ഞാനും കൂടെ അങ്ങനെ മഴ നോക്കിക്കൊണ്ട് ആ ഒരു സമയത്ത് അങ്ങനെ ഇരുന്നു. പെട്ടെന്നായിരുന്നു ചേച്ചിയുടെ കാല് എൻ്റെ കാലിൽ സ്പർശിച്ചത്. എന്തോ ഒന്ന് കുത്തിക്കൊള്ളുന്നതാണൊക്കെ എനിക്ക് തോന്നി. "എന്താണ് ഇത്, നഖരി വല്ലതും ഉണ്ടോ" എന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ചോദിച്ചു. എൻ്റെ കാലിൽ നല്ലപോലെ വേദന എടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തട്ടിയപ്പോൾ തന്നെ അത്രത്തോളം നല്ല വേദന. പെട്ടെന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, "എടാ, ചെറിയ ചെറിയ നെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായിരിക്കും നിന്റെ കാലിൽ തട്ടിയത്. സോറി കേട്ടോ, നീ വേറെ ഒന്നും വിചാരിക്കണ്ട" എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു, "നഗരം ഇന്ന് തന്നെ വെട്ടണം കേട്ടോ, ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാലേ വല്ലതും കൊണ്ടു കയറും. ഇതിങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദന എടുക്കുന്നുണ്ട് കേട്ടോ" എന്ന് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു. പക്ഷേ ആ ഒരു ഇരുട്ട് വെളിച്ചത്തിലാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന സമയത്തും ഞാൻ ചേച്ചിയെടുത്ത് പറയുന്ന സമയത്ത് വെട്ടാം എന്ന് മാത്രമേ ചേച്ചി പറയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, "എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് തന്നെ ചേച്ചിയുടെ നഗരം വെട്ടിത്തരാം." പെട്ടെന്ന് ചേച്ചി അത് നോ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ ഒരു മെഴുകുതിരി എടുത്ത് നേരെ ആ ഒരു അലമാരയുടെ ഷോക്കേഴ്സ് വെച്ചിരുന്ന ആ നഖം വെട്ടി എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. ഞാൻ പറഞ്ഞു, "എന്തൊക്കെയായാലും നഖം വെട്ടിയിട്ടേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇനിയും എൻ്റെ കാലേക്ക് കൊണ്ട് കയറും." അപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, "ഞാൻ വെട്ടിക്കൊള്ളാം, നീ സഹായിക്കണ്ട" എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും അതിന് ശ്രമിക്കുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു, "എടച്ചക്ക, നിനക്കറിയില്ല, രാത്രി നീ നഖമൊന്നും വെട്ടിക്കൂടാ, അത് ഭയങ്കര ദോഷം അങ്ങനെയാണ്." പക്ഷേ ഞാനതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ
ആ ഒരു സമയത്ത് കിട്ടിയ വേദനയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ നഖം വെട്ടിയേ പറ്റൂ എന്നൊരു ചിന്തയായിരുന്നു. ജനിച്ചിജി ആ ഒരു ഡെസ്കിൽ കാല് നീട്ടി വെച്ചിരിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം ചെയ്തു. നിലത്ത് തന്നെ ഇരുന്നു. ചെറിയ ചെറിയ മഴച്ചാറ്റലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കില്ല. ആ ഒരു മെഴുകുതിരി വട്ടത്തിൽ തന്നെ ചേച്ചി ആ ഒരു സമയത്ത് ആ കാലുകൾ ഞാൻ എടുത്തു. ശേഷം നഗരം വെട്ടാൻ തുടങ്ങി. ഓരോ നഗരം വെട്ടുന്ന സമയത്ത് ഞാൻ സൂക്ഷ്മമായി അത് നോക്കി. അതിനുശേഷം വളരെ മനോഹരമായിട്ട് തന്നെ ആ നഗരം വെട്ടി തുടങ്ങി. പെട്ടെന്ന് വീണ്ടും ഒരു ഇടിവെട്ടി. പെട്ടെന്ന് ആ ഒരു മിന്നൽ വെളിച്ചത്തിലാണെന്നുണ്ടെങ്കിൽ ജനിച്ചിയുടെ കാലുകൾ ആ ഒരു സമയത്ത് എന്തോ ഒരു പ്രകാശം പതിക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. എടാ പതുക്കെ നോക്കി വെട്ടണേ എന്നൊക്കെ ചേച്ചി പറയുന്ന സമയത്തും ഞാനത് സൂക്ഷ്മമായി തന്നെ നോക്കി ആ 5 വിരലുകളും അതിലെ നഖങ്ങളും വെട്ടിക്കളഞ്ഞു. ശേഷം ഇടതുകാലിലെ ആ ഒരു പ്രയത്നം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയത് വലതുകാലിലേക്കാണ്. വലതുകാലിലാണെന്നുണ്ടെങ്കിൽ ഇടതുകാലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നീളം കൂടിയ നഖങ്ങളായിരുന്നു. അതിൽ ഓരോന്നും വെട്ടി വൃത്തിയാക്കുന്ന സമയത്ത് ചേച്ചി എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം ഇതുവരെ ആരും കിട്ടാത്ത ആ ഒരു കെയർ, ആ ഒരു സന്തോഷം അതെല്ലാം എന്നിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ചേച്ചിക്ക് തോന്നിയതാവാം എന്നെനിക്ക് തോന്നിപ്പോയി. കാരണം ഒരു ഒളിച്ചോട്ട വിവാഹമായിരുന്നു ഉണ്ണിച്ചേട്ടൻ്റെയും ജനിച്ചിയുടെയും. അതുകൊണ്ട് തന്നെ വീട്ടുകാരിൽ നിന്ന് അകന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പിന്നെ ഉണ്ണിച്ചേട്ടനാണെങ്കിൽ ഏകദേശം മദ്യപാനവും പിന്നെ ഫ്രണ്ട്സിനൊപ്പം കൂട്ടുകൂടി അങ്ങനെയൊരു യാത്രയും കാര്യങ്ങളൊക്കെയാണ്. അതിലൊക്കെ ജനിച്ചേച്ചി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു സാമീപ്യവും കാര്യങ്ങളൊക്കെ ജനിച്ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും. അങ്ങനെ ആ ഒരു 10 വിരലുകളുടെയും നഖങ്ങൾ വെട്ടിക്കഴിഞ്ഞ സമയത്ത് എനിക്ക് എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നിലത്തിരുത്തിക്കാണല്ലോ. ജനിച്ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബെഞ്ചിലിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ ജനിച്ചേച്ചി എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് കൈതരുന്നുണ്ടായിരുന്നു. എനിക്ക് അതൊരുപാട് പ്രയത്നം പോലെ തോന്നിപ്പോയി. ജനിച്ചേച്ചി പതുക്കെ എന്നെ പൊക്കി എടുക്കുന്ന പോലെ പതുക്കെ ഉന്തി എഴുന്നേൽപ്പിച്ചു. ഞാൻ പതുക്കെ എഴുന്നേറ്റതിന് ശേഷം ജനിച്ചിയുടെ അടുത്തേക്ക് വന്നിരുന്നു. ശേഷം ആ ഒരു മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. എടച്ചക്ക, നിനക്ക് വിശക്കുന്നില്ലേ? എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ? പെട്ടെന്ന് ജനിച്ചേച്ചി അത് ചോദിക്കുന്ന സമയത്ത് ഞാൻ ജനിച്ചേച്ചിയൊന്ന് നോക്കി. ചേച്ചിക്ക് എന്താ വിശക്കുന്നില്ലേ? അപ്പോൾ എനിക്ക് മാത്രമേ ഇത്രയും നേരം വിശപ്പുണ്ടായിരുന്നുള്ളൂ. ചേച്ചി ഒന്നും കഴിക്കുന്ന കണ്ടില്ലല്ലോ, എന്തെങ്കിലും കഴിക്കാത്തെ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ലടാ, എനിക്കിപ്പം ഒന്നും കഴിക്കാൻ പോലും തോന്നുന്നില്ല, മനസ്സെന്തോ ഡൗൺ ആയിട്ടാണ് കാണാൻ. പെട്ടെന്ന് ഞാൻ ആ ഒരു സമയം ചേച്ചി ഒന്ന് സമാധാനിപ്പിച്ചു. അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സംസാരിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഞാനില്ലേ. ഇപ്പം ചേച്ചിക്കാണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാലോ. നമ്മളിപ്പം നല്ല ഫ്രണ്ട്സ് അല്ലേ, നല്ല ഓപ്പൺ അല്ലേ. ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോടെ എൻ്റെ അടുത്ത് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ചേച്ചിയുടെ മനസ്സ് എന്തോ ഉണ്ട് എന്ന പോലെ തന്നെ എനിക്ക് തോന്നി. അതിൽ എന്തോ എന്നോട് പറയാൻ വിതുമ്പുന്നത് പോലെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി അങ്ങനെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ, എന്ത് കാര്യത്തിനും ഞാനുണ്ട് ചേച്ചിയുടെ കൂടെ. ഞാനത് പറയുന്ന സമയത്ത് ചേച്ചി ഒരല്പം കൂടി എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്തോ ഒരു താങ്ങുന്ന പോലെ ചേച്ചി എന്നെ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം മറ്റാരുമില്ലല്ലോ, ചേച്ചിക്കിപ്പം സങ്കടം പറയാനും ഒന്ന് കേട്ടിരിക്കാൻ പോലും ആരുമില്ല, ഞാൻ മാത്രം. അപ്പോൾ ഈ ഒരു സമയത്തായതുകൊണ്ടായിരിക്കാം ചേച്ചിക്ക് അങ്ങനെ തോന്നിയത്. മഴ ആ ഒരു സമയം ഉറച്ചു പെയ്യാൻ തുടങ്ങി. ഒരു ഇടിയും കൂടെ വെട്ടിയപ്പോൾ ചേച്ചിയും ഞാനും ഒന്ന് കിടുങ്ങി. കാരണം അത് നല്ല ഒരു അടിപൊളി ഇടിയായിരുന്നു. നല്ല മിന്നൽ വെളിച്ചവും അതിനൊപ്പം അതിന് ഗാംഭീര്യമുള്ള ഒരു ഇടി പോലെ പെട്ടെന്ന് തന്നെയായിരുന്നു മഴയുടെ ആ ഒരു ചീതനം അകത്തേക്ക് അടിച്ചു കയറിയത്. പെട്ടെന്ന് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, ചേച്ചി യശോ എനിക്ക് കുളിരുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു, എന്നാൽ നമുക്കിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം. പെട്ടെന്ന് ചേച്ചി എന്നെയും വിളിച്ചിട്ട് അകത്തേക്ക് പോയി. ചപ്പാത്തിയോ കാര്യങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റായത് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യം വന്നില്ല. നേരെ ആ ഒരു മെഡിക്കൽ വിധി വെട്ടത്തിനുള്ളിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ആ സമയത്ത് ചേച്ചി എന്നെ ഒന്ന് ചൂണ്ടിയിട്ട് പറഞ്ഞു, എടാ നിനക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ? ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ട ചേച്ചി, സൂപ്പറായിട്ടുണ്ട്, ചേച്ചി നല്ല കൈപ്പുണ്യമുണ്ട് എന്ന് ഞാൻ പറയുന്ന സമയത്ത് ചേച്ചിയുടെ മുഖത്ത് നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എടാ എനിക്കൊരാഗ്രഹമുണ്ട്, മറ്റൊന്നുമല്ല, എനിക്കിങ്ങനെ റൈഡ് ചെയ്യണം, പിന്നെ ഒരുപാട് യാത്ര ചെയ്യണം, പിന്നെ രാത്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കണം.
ഇതൊക്കെ ഒരു ആഗ്രഹങ്ങളുണ്ട്, അതൊന്നും ഒരിക്കലും സാധിച്ചു കിട്ടുന്നില്ല. നിനക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ ആഗ്രഹങ്ങളായിട്ട് വെച്ചിരിക്കുന്നത് എന്തിനാ? വെറുതെ കുറേ സമയം കളയാനായിട്ട്. നമുക്കിതെല്ലാം സാധിച്ചാലോ എന്ന് ഞാൻ ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചിയുടെ മനസ്സ് നിറയുന്നുണ്ടായിരുന്നു ആ കാര്യങ്ങൾ കേട്ടിട്ട്. സത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണോ നീ? നിനക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് ജസ്റ്റ് ടൂർ എന്ന പോലെ പോയാലോ? നമുക്ക് കുറച്ച് യാത്ര ചെയ്യാം, പിന്നെ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കാം. ചിലവെല്ലാം എൻ്റെ വക, ഞാൻ എല്ലാ പൈസ ഇറക്കിക്കോളാം. നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി, ഒരു ധൈര്യത്തിന്. അത് നിനക്ക് പറ്റത്തില്ലേ എന്ന് ചേച്ചി എൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു. ഞാൻ ആ നിമിഷം തന്നെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്നി ചേച്ചി, ചേച്ചി എന്തിനാ ഇങ്ങനെ ക്യൂരിയോസിറ്റി കാണിക്കുന്നത്? ഞാൻ എന്തിനും ചേച്ചിയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം ചേച്ചിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ അടുത്ത് എന്താണെന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്താൽ മതി, ഒരു രാജ്ഞിയെ പോലെ, കൽപ്പിച്ചാലും മഹാറാണി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു തമാശ എന്ന് പോലെ പറയുമ്പോൾ ചേച്ചി ചുമ്മാ ഒരു കൈ കൊണ്ട് എന്നെ ഒന്ന് അടിച്ചു. ശോ, എനിക്ക് നന്നായിട്ട് വേദനിച്ചേട്ടോ കയ്യിലടിച്ച സമയത്ത് തന്നെ എന്ന് പറയുമ്പോൾ ചേച്ചി അവിടെ തടവി തരുന്നുണ്ടായിരുന്നു. വേദന നിനക്ക് മാറിയോ എൻ്റെ കുട്ട എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആ വേദന മാറി. ആ നിമിഷം ഒരു പുഞ്ചിരി എന്ന പോലെ ജനചേച്ചി ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ജനചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി എവിടെ എൻ്റെ കൂട്ടം കിടന്ന് ഉറങ്ങാൻ പോന്നേ? ഇവിടെ സ്ഥലമുണ്ട്, സെറ്റാക്കുന്നോ എന്ന് ഞാൻ ചേച്ചിയെടുത്ത് പറയുമ്പോൾ, എൻ്റെ പൊന്നു ചേച്ചി എനിക്ക് പേടിയുണ്ട് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിലും അമ്മയും അച്ഛനും അവിടെ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കിടന്ന് എനിക്ക് ശീലമൊന്നുമില്ല. അപ്പോൾ എനിക്കിവിടെ കിടക്കാനൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി വെറുതെ എന്നെ പിടിച്ചു നിർത്തി എന്ന് ചേച്ചിയുടെ ഞാൻ പറയുന്ന സമയത്ത്, എടാ നീ 22-23 വയസ്സൊക്കെയുള്ള ചെക്കനല്ലേ, നീ ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? ഇനി ഇങ്ങനെ പെണ്ണ് കെട്ടിക്കുക ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്നൊക്കെ ചേച്ചി ചോദിക്കുന്ന സമയത്ത് ഞാൻ പുഞ്ചിരിയോട് പറഞ്ഞു, എൻ്റെ പൊന്നേച്ചി ഇങ്ങനെ കളയാക്കല്ലേ. ആർക്കാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് പേടിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതേപോലെയൊക്കെ എനിക്കുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ചേച്ചി വിചാരിക്കുന്ന പോലെ ഞാനങ്ങനെ പേടിത്തോണ്ടൊന്നുമല്ല. അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ചേച്ചി പറഞ്ഞു, ഓവേ നമുക്ക് കണ്ടറിയാം നിന്റെ പേടിയും കാര്യങ്ങളൊക്കെ. ആ നീ ഏകദേശം ഒരു കാര്യം ചെയ്യ്, ഈ റൂമിൽ തന്നെ കിടന്നു, താഴെ പാവിരിച്ച് കിടന്നാൽ മതി. പിന്നെ പാവിരിച്ച് കിടക്കാൻ എൻ്റെ കുട്ടന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, മേലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു, ആ കുഴപ്പമില്ല, ഞാനൊരു ഷീറ്റ് തരാം, അതാകുമ്പം മേലുവേദനയും കാര്യങ്ങളൊന്നും വരത്തില്ല, താഴെ മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് കിടന്നോട്ടോ എന്ന് ചേച്ചീൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് തന്നെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ആ എന്തെങ്കിലും ആവട്ടെ ചേച്ചി, ഞാനിവിടെ കിടന്നോളാം എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ആ ഒരു മെഴുകുതിരി വെട്ടത്തിൽ തന്നെ ചേച്ചി എനിക്ക് മുറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നു. അവിടെ തന്നെ ചേച്ചിയുടെ കട്ടിലിന് താഴെ അവിടെ ജസ്റ്റ് ഒരു മെത്ത പോലൊരു സാധനം അത് വിരിച്ചു തന്നു. അതിനുശേഷം ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി എൻ്റെ കൂട്ടന് ഇവിടെ കിടന്നുറങ്ങാൻ ഒരു പേടിയില്ലല്ലോ, ജസ്റ്റ് കിടന്നുറങ്ങില്ലേ നീ, വെറുതെ എനിക്ക് പണിയുണ്ടാക്കി വെക്കുമോ എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, എന്ത് പണിയാണ് ചേച്ചി ഉദ്ദേശിച്ചേ? വേറെ ഒന്നുമില്ല, നിനക്ക് ഈ പേടിയും കാര്യങ്ങളൊക്കെ അല്ലേ, വീണ്ടും പേടിച്ച് രാത്രി കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അതൊരു പണിയാണല്ലോ എന്ന് പറഞ്ഞ് ചേച്ചി ചിരിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാനിവിടെ കിടന്നോളാം. അങ്ങനെ ചേച്ചി പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ പായും കാര്യങ്ങളൊക്കെ വിരിഞ്ഞ് അതിൻ്റെ പുറത്ത് മെത്തയും കാര്യങ്ങളൊക്കെ ഇട്ടു. ആ സമയം തന്നെ ചേച്ചി എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, നീ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്നേനെ, എന്ത് ബോറായിരുന്നേനെ, എന്ത് പേടിപ്പെട്ടു പോയനെ, നിനക്ക് അതൊക്കെ അറിയാമായിരുന്നു എൻ്റെ കുട്ടി ആ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി കിടന്നു. ആ സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഏറ്റവും കൂടുതലും കമ്പനി ആകാൻ ആഗ്രഹിച്ചത് ജനിച്ചേച്ചിയുടെ അടുത്താണ്. കാരണം എൻ്റെ ആ ഒരു സമയത്താണെങ്കിലും എൻ്റെ കുട്ടിക്കാലത്താണെങ്കിലും ജനിച്ചേച്ചി വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ജനിച്ചേച്ചിയോട് സംസാരിക്കണം. പക്ഷേ ആ സമയത്ത് ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്കൊട്ടും സംസാരിക്കാനുള്ള ആ ഒരു ടൂണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് തന്നെയായിരുന്നു ജനിച്ചേച്ചി എടുത്താൽ ഞാൻ അധികം മിണ്ടാതിരുന്നതും സംസാരിക്കാതിരുന്നതും. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ജനിച്ചേച്ചിയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ കാര്യം എന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ജനിച്ചേച്ചി ഒന്ന് ഉരുണ്ട് വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എടാ നിനക്ക് പേടിയൊന്നുമില്ലല്ലോ, വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പേടിയുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെ കിടക്കാനല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ചേച്ചി എന്നെ പറഞ്ഞു, അതിനെന്തെങ്കിലും പരിഹാരമോ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം എന്ന് പറയുന്ന സമയത്ത് ചേച്ചി എന്ത് പരിഹാരം ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു കിടന്നു. എടാ നീ എന്നെ കളിയാക്കലൊന്നും വേണ്ട എന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ എന്ന് ചേച്ചിയോട് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോഴും എനിക്കറിയായിരുന്നു ചേച്ചി ഉറങ്ങി കാണത്തില്ല.
എന്തോ ചിന്തിച്ച് കിടക്കാണ് ജെനി ചേച്ചി. ആ ഒരു സമയത്തും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജെനി ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഉറങ്ങിയില്ലേ? പെട്ടെന്ന് ചേച്ചിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, നീ എന്തെടുക്കുക എന്ന് ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനിങ്ങനെ കണ്ണടച്ച് കിടക്കാൻ അങ്ങനെ ആ ഒരു സമയത്ത് ആരംഭിച്ചു. ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ അടുത്ത ഭാഗം ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇനി അടുത്ത ഭാഗമായിട്ട് വരാം. ഇനി ബോറടിക്കുന്നുണ്ടെങ്കിൽ അടുത്ത കഥയായിട്ട് വരാം കേട്ടോ. എല്ലാവർക്കും അപ്പോൾ ബൈ.